സംസ്ഥാന ഗവൺമെൻറ് ഒരു സാംസ്കാരിക മേഖലയിലുണ്ടായിട്ടുള്ള അതിൻ്റെ പ്രഭ കെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ് സ്വതന്ത്രമായി അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് പൊതുവിലുള്ളത്. അല്ല, നമ്മളിപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒരു പൂർണ്ണ രൂപം വന്നിട്ടില്ലല്ലോ. റിപ്പോർട്ടിൻ്റെ നമ്മളിപ്പോൾ കേൾക്കുന്നത് അവ്യക്തമായ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് കേൾക്കുന്നത്. റിപ്പോർട്ടിൻ്റെ ഒരു എന്താണ് സ്പെസിഫിക്കായി ഇത്തരം വിവരങ്ങൾ പുറത്തു വരാത്ത സാഹചര്യത്തിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അതിനെ മലീമസമാക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിൽ പറയാനുള്ളത്. അല്ല, തീർച്ചയായും അത് സിനിമാ മേഖലയിലെ ആളുകൾ തന്നെ പറഞ്ഞു. അവരുടെ ജീവിതം ഇതിൽ സമർപ്പിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റേതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വലിയ സിനിമകളുടെ തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്. ആ ആരോപണങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് വരികയല്ലേ രാഷ്ട്രീയ കൗശികൾക്ക് പറയുന്നതിനപ്പുറം അതിനപ്പുറമുള്ള ചില തലങ്ങൾ കൂടി ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വിസ്മയത്തിൻ്റെ ലോകമാണ്. അത് ഒരു സമൂഹത്തിലെ ഒരു സാധാരണ മനുഷ്യർക്ക് ഇന്ന് അപ്രാപ്യമായിട്ടുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. സ്വാഭാവികമായിട്ടും അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. അതല്ല, അതിനകത്ത് ഇപ്പോൾ സുവമോട്ടോ കേസെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന നിയമവിദഗ്ധരൊക്കെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നൊരു റിപ്പോർട്ടിന് കാലതാമസം ഉണ്ടായത് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പ്രതികൂട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശുപാർശകൾ വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം അങ്ങനെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആശങ്കയും അതൊരു മലീമസമായ ഒരു നിലയിലേക്ക് പോയിട്ടുണ്ട്. അത് ദൂരീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാതൃകാപരമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. ഇല്ല, പേഴ്സണലായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇത്തരം പരാമർശങ്ങളും ഇത്തരം പ്രയാസങ്ങളും മുൻപൊക്കെ ഉയർന്നു കേട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഉയർന്നു കേട്ടിട്ടുണ്ട്. അത് ദൂരീകരിക്കേണ്ടുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹവും അതുപോലെ തന്നെ സിനിമാ മേഖലയും ആ സാംസ്കാരിക മേഖലയും ഒക്കെയാണ്. അത്തരം വിമർശനങ്ങളെ ദൂരീകരിക്കേണ്ടുന്നത് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യേണ്ടുന്നത് ആ മേഖലയാണ്. കേട്ടില്ല. അല്ല, സർക്കാരാണ് ഇനി ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. ഒന്ന്, റിപ്പോർട്ട് വൈകിയതിൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല, ആ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ ഗവൺമെൻറ് ഒരു ശുഷ്കാന്തി പുലർത്താത്തതിൽ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ട്. അത് ദൂരീകരിക്കാൻ പറ്റണം, ഗവൺമെൻറ്റിന് ദൂരീകരിക്കാൻ പറ്റണം. അത് സ്വകാര്യതയെ ഹനിക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു നിലപാടാണ് സർക്കാർ ആ കാര്യത്തിൽ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വളരെ ദീർഘമായ ആ റിപ്പോർട്ടിൻ്റെ ശകലങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ദൂരീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പുരോഗമന സർക്കാർ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആശയക്കുഴപ്പം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്.